ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോയാലോ? നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തിലുള്ള സിട്രസ് ട്രെയിൽ ഫാം ആൻഡ് കിച്ചൺ എന്ന് പറയുന്ന പ്ലേസിലേക്കാണ്. ബാംഗ്ലൂർ ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. എനിക്ക് പൊതുവേ മഴയുള്ള സമയത്തൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. പക്ഷേ ഈ ട്രിപ്പ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാൻ നിന്നില്ല. കാരണം എനിക്ക് ഇവരെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. നിങ്ങളൊരു നേച്ചർ ലവർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങോട്ടേക്കുള്ള ഡ്രൈവ് ശരിക്കും എൻജോയ് ചെയ്യും. ഈ ഒരു ഗാർഡൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാണ്ടിരിക്കാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷമാണ് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയത്. ബന്നാർഘട്ട നാഷണൽ പാർക്കിന് അടുത്തായിട്ടാണ് സിട്രസ് ട്രയൽ ഫാം ആൻഡ് കിച്ചൺ വരുന്നത്. ഇതിന്റെ വിസ്തൃതി 12 ഏക്കറാണ്. ഇവിടുത്തെ ടൈമിംഗ് 9 AM to 9 PM ആണ്. നിങ്ങൾ വരുന്നത് വീക്കെൻഡ്സിലാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ കോൺടാക്ട് നമ്പർ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. കോഫി പ്ലാന്റേഷൻസ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എനിക്കിവിടുത്തെ ഇന്റീരിയർ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. സിട്രസ് ട്രെയിൽ ഫാം ആൻഡ് കിച്ചൺ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഫാം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റെഗുലർ റിസോർട്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈവനിങ് ടൈമിലാണ് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം 5:30 മുൻപായിട്ട് തന്നെ എത്തുക. കാരണം 5:30 വരെയാണ് ഇവിടെ എൻട്രി അലൗഡ് ആയിട്ടുള്ളത്. നമുക്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒപ്പം വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത്. ഈ കാണുന്നതൊക്കെ ഡൈനിങ് സ്പേസ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ പെറ്റ്സ് ഒന്നും അലൗഡ് അല്ല. ഇവിടെ ചുറ്റിന് ഇലക്ട്രിക് ഫെൻസസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ മാക്സിമം കെയർഫുൾ ആയിട്ട് ഇരിക്കുക. പിന്നെ ഈ പോൺ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആണിത്.
ഫുഡ് മെനുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ സൂപ്സ്, സാലഡ്സ്, അപ്പറ്റൈസർ, മെയിൻ കോഴ്സസ്, ഡെസേർട്സ്, നോൺ ആൽക്കഹോളിക് ബീവറേജസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഫുഡ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. നിങ്ങൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിവതും നേരത്തെ തന്നെ വന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞങ്ങൾ എത്തിയത് ഒരു ഈവനിങ് 5 PM ശേഷമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം റഷ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നേച്ചറുമായിട്ട് അത്യാവശ്യം കണക്റ്റഡ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്ലേസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സിറ്റിയുടെ ഹസിൽസിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് വേണം തോന്നുമ്പോൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വിട്ടുപോകണ്ട. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് മീറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.